2 ദിവസമോ? പറ്റില്ല. കാർ നന്നായി കിട്ടാൻ താമസിക്കുമെങ്കിൽ പുതിയ ഒരെണ്ണം വാങ്ങിച്ചോണ്ടോ. ഇങ്ങോട്ടൊന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങോട്ട് അനുസരിച്ചോണ്ടാ മതി. എന്തിനാണ് ഇപ്പൊ പുതിയ കാർ? കാർ നന്നായി കിട്ടാൻ താമസിക്കുമെന്ന്. പാച്ച് കിട്ടാലത്ര. അപ്പോഴത് കിട്ടിയതിന് ശേഷമേ പോകൂ. അതുവരെ ഞാൻ എവിടെ താമസിക്കും? ഇവിടെ വലിയ ഹോട്ടലൊന്നും ഇല്ലല്ലോ അപ്പി. 2 ദിവസത്തേക്ക് എന്നല്ലേ, ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തു. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലല്ലോ. പാർവതി മോളെ, ആ കുട്ടിയോട് ചോദിക്കണം. അവളെ കോളേജിൽ എന്തോ പരിപാടിക്ക് പാടാൻ പോയതാണ്. അത് മുടങ്ങിയതിൽ അവൾക്ക് ഭയങ്കര ദേഷ്യം. പാർവതി മോളെ. കലാകാരിയാണല്ലേ? വാ. എന്നാൽ ആ കുട്ടിയോട് എനിക്ക് മാപ്പ് പറഞ്ഞേ പറ്റൂ. ഈ കലാകാരന്മാരെയും കലാകാരികളെയും എനിക്ക് എന്ത് ഇഷ്ടമാണെന്നോ. ഞാൻ കാരണം പാടാൻ കഴിയാത്തതിൽ കുട്ടിക്ക് എന്നോട് വെറുപ്പുണ്ടോ? ഉണ്ട്. വെറുക്കണം. വെറുത്തില്ലെങ്കിൽ അതിശയുള്ളൂ. പെണ്ണുങ്ങളോട് അധികം ഇടപെടുകി ശീലമില്ലാത്തതുകൊണ്ടായിരിക്കാം എനിക്ക് കുട്ടിയോട് അങ്ങനെ പെരുമാറേണ്ടി വന്നത്. എന്റെ 16-ാമത്തെ വയസ്സിൽ ഈ തലയിൽ ഭാരം കയറ്റി തുടങ്ങിയതാ. ഭാരോ? അതെ, കോടികളുടെ ഭാരം. ഈ ബിസിനസ്, കാശ്, കണക്ക് മടുത്തു. നിലം തൊടാത്ത യാത്രകൾ. അമേരിക്ക, ലണ്ടൻ, ജപ്പാൻ, ഇന്ത്യ, കേരള, വിയൂർ, കണ്ണൂർ, പൂജപ്പുര, പാളയം, സ്റ്റാച്യു, പേട്ട, തിരുവനന്തപുരം, അങ്ങനെ എത്ര രാജ്യങ്ങൾ. സ്നേഹം എന്താണെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. കോടികൾ മാത്രം സമ്പാദിക്കുന്നതിൽ ശ്രദ്ധിക്കുന്ന അച്ഛൻ, ക്ലബും സൗന്ദര്യ മത്സരങ്ങളുമായി കറങ്ങി നടക്കുന്ന അമ്മ, സ്നേഹം കിട്ടാതെ തൂങ്ങി മരിച്ച ഒരു പെങ്ങൾ. ഇതിനിടയിൽ എനിക്ക് എവിടുന്ന് സ്നേഹം കിട്ടാൻ? അയ്യോ പാവം.